जलते हैं जिसके लिए तेरी आंखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए जलते हैं जिसके लिए. അങ്ങ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അങ്ങേ ഒരു സ്ഥാനാർത്ഥിയായി കേരളത്തിൽ എവിടെയെങ്കിലും പ്രതീക്ഷിക്കാം? നമസ്കാരം, ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊത്ത് ടോക്ക് ടൈമിൽ അതിഥിയായി ഇരിക്കുന്നത് അബു ജോൺ ജോസഫ്. ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഘട്ടത്തിൽ നമ്മൾ കർഷകരെ അവര് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിപണന സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ അതിനെ അവർക്ക് ഒന്ന് ബാർഗൈൻ ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ഒരു ഫ്രോസൺ യൂണിറ്റുകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. മാർക്കറ്റ് ഇന്റർവെൻഷന്റെ കാര്യത്തിൽ ഇപ്പൊ അരി വിലയൊക്കെ ഭയങ്കരമായി കൂടിയിരിക്കുന്നു. മാർക്കറ്റ് ഇന്റർവെൻഷന്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയായ ചോദ്യമാണ്. ഇത് ഈ കാരണം കൊണ്ടാണ് ഇവിടെ ആളുകൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ കാർഷിക, ഞാൻ പെട്ടെന്ന് പറഞ്ഞ സമയം കുറച്ച് അതിക്രമിച്ചു പോവാം. ഈ കാർഷിക വിലകൾക്ക് നമ്മൾ വിലയില്ല എന്ന് നമ്മൾ പറയും. ഒരു ഉദാഹരണം പറയാം. ഏത്തക്കൊല, ഏത്തവാഴ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആളുകൾ കൃഷി ചെയ്യുന്നതാണ്. ഒരു ഏത്തക്കൊല നമ്മൾ ഓണം സമയത്ത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടേ കൊടുത്താൽ കിലോ ഒരു 70 രൂപ 75 രൂപ ആ സമയത്ത് വിലയുണ്ട് ഏത്തക്കൊലയ്ക്ക്. ഓണം കഴിഞ്ഞൊരു 2 മാസം കഴിയുമ്പോൾ അതിന്റെ വില ഒരു 18 രൂപ 20 രൂപ ചിലപ്പോൾ 25 രൂപ ചിലപ്പോൾ 30 രൂപ ഒക്കെയാണ്. ഇതേ സാധനം നമ്മൾ ഈ 75 രൂപ വിലയുള്ളപ്പോഴും 18 രൂപ വിലയുള്ളപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ പോയി ഒരു ഏത്തക്കാപ്പം മേടിച്ച് കഴിക്കണമെങ്കിൽ അതിന് 15 രൂപയാണ്. 70 രൂപയാണെങ്കിലും 22 ആണെങ്കിലും 15 രൂപയാണ്. ഒരു പാക്കറ്റ് ചിപ്സ് മേടിക്കണമെങ്കിൽ അതിനാണ് ഒരു കിലോ 450 രൂപ വിലയുണ്ട്. ഈ വില അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ കുരുമുളക് ഒരു 6 മാസം മുമ്പ് 300 രൂപയായിരുന്നു. ഇപ്പൊ അതായത് 650 രൂപ, ചിലപ്പോൾ 1000 രൂപയുടെ മുകളിൽ പോകും. ഈ 300 രൂപ ഉള്ളപ്പോഴും 1000 രൂപ ഉള്ളപ്പോഴും ഒരു 250 ഗ്രാം കുരുമുളക് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കണം, അല്ലെങ്കിൽ ഒരു പലവ്യഞ്ജന പോയി മേടിക്കണമെങ്കിൽ അതിന് നല്ല വിലയാണ്. അതിന്റെ വില ഇത് ഈ ഏറ്റക്കുറച്ചിൽ മാറുന്നില്ല. നല്ല ഉയർന്ന വിലയാണ് വെക്കുന്നത്. പച്ചക്കറിക്ക് ആണെങ്കിലും സവാളയാണെങ്കിലും അല്ലെങ്കിൽ വെളുത്തുള്ളിയാണെങ്കിലും എന്താണെങ്കിലും ഇത് തന്നെയാണ് എല്ലാ കാർഷിക മേഖലയിലും. ഒരു കരിക്ക് കർഷകന് അവന്റെ പറമ്പിൽ കിട്ടുന്ന 15 രൂപ 20 രൂപ. ഒരു കരിക്ക് ഹൈവേ മേടിച്ച് കുടിക്കണമെങ്കിൽ 50 രൂപ 55 രൂപ. അപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വിലയുണ്ട്. കർഷകന് അവന്റെ പറമ്പിൽ കിട്ടുന്നില്ല എന്നുള്ള മാത്രം വിഷയം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭരണം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പറഞ്ഞതുകൊണ്ട് തറവില നിശ്ചയിച്ച് സംഭരിക്കുക. നമ്മുടെ കൃഷി വകുപ്പിൽ എത്ര ആയിരക്കണക്കിന് കോടി രൂപയാ ചുമ്മാ ഒഴുകി കളയുന്നത്. ഒരു മനുഷ്യനും പ്രയോജനമില്ല. കുറെ ഉദ്യോഗസ്ഥരുണ്ട്, കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, കുറെ റിസർച്ച് സെന്റേഴ്സ് ഉണ്ട്, വണ്ടികളുണ്ട്, വാടകയുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതിന്റെ ഒരു പകുതി കോടി രൂപ മുടക്കുന്നതിന്റെ ഒരു പകുതി സംഭരണത്തിന് ഉപയോഗിച്ചാൽ സർക്കാർ ഈ പറയുന്ന കർഷകരെ ഇൻവോൾവ് അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കർഷക സംഘങ്ങൾ ഉണ്ടാക്കി അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗോഡൌണുകൾ, നമുക്ക് ശീതീകരണത്തിന് സംവിധാനമുള്ള ഗോഡൌണുകൾ. ഒരു പ്രത്യേക പ്രൊഡക്റ്റിന്റെ കാര്യം ബനാനയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നാഷണൽ ബനാന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലുണ്ട്. നിരവധിയായിട്ടുള്ള പുതിയ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. സാധ്യതകളിലേക്ക് പ്രോഡക്ട്സ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഇതിനൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ, ഒരു പദ്ധതി ആലോചിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കർഷക പങ്കാളിത്തത്തോടെയുള്ള ഈ കർഷകരെ സംരംഭകരാക്കുക എന്നുള്ള നമ്മുടെ പരമ്പരാഗത രീതിക്ക് വിടണം. കർഷകരെ നമ്മൾ സംരംഭകരാക്കണം. സംരംഭകത്തിലേക്ക് കർഷക സൊസൈറ്റികളെ കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ ഇടനിലക്കാരെ ഒഴിവാക്കി നമുക്ക് ഈ മാർജിൻ, ഞാനീ പറഞ്ഞ മാർജിനാണ് ഇടനിലക്കാർക്ക് പോകുന്നത്, അത് കർഷകരിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവം സർക്കാർ സംവിധാനം വഴി ഈ സംഭവങ്ങൾ നമ്മൾ വിപണനം ചെയ്യാൻ ശ്രമിച്ചാൽ ഈ മാർജിന്റെ ഒരു പെർസെന്റേജ് കൊണ്ട് സർക്കാരിന് അത് ഓടിക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിൽ നമ്മുടെ യുവജനങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ കാർഷിക മേഖലയിൽ നമ്മൾ മാറ്റങ്ങൾ, അത് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തൽസ്ഥിതി സ്റ്റാറ്റസ്കോ തുടരാൻ നമുക്ക് രാഷ്ട്രീയക്കാരെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സർക്കാർ ഓഫീസ് സംവിധാനം മതി. വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ പ്രായോഗികതയെ കുറിച്ച് പഠിക്കുകയും അതിനേക്കുള്ള ആളുകളെ അതിൽ കൊണ്ടുവന്ന് അതിന്റെ എക്സ്പെർട്സിനെയൊക്കെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അത് നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇനി ചർച്ചകളും ചിന്തകളും. ജില്ലയില് പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നമ്മുടെ ജില്ലയിൽ നിരവധി തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. 2000 മുതലുള്ളവരുടെ ബോണസ്, PF, കുടിശ്ശികൾ എല്ലാം തോട്ടമെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. ഏതാണ്ട് 9ഓളം ടീ എസ്റ്റേറ്റുകൾ പൂട്ടിക്കിടപ്പുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നിരവധിയായിട്ടുള്ള ഗവൺമെന്റ് ഓർഡറുകൾ കൃഷിക്കാർക്കും അല്ലെങ്കിൽ ഹൈ റേഞ്ച് നിവാസികൾക്കും വലിയ ദുർഘടമായ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ലോവർ റേഞ്ചിലാണെങ്കിൽ മറ്റു തലത്തിൽ ഭൂമിയുടെ താരിഫ് വില വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്ലാന്റേഷന്റെ വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇടുക്കി ജില്ലയിലേക്ക് കിടന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഇടുക്കി ജില്ലയില് ഇത്ര അധികം വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ആ വിഷയത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? നമുക്ക്
ചില നിയമങ്ങൾ, കാലഹരണപ്പെട്ട നിയമങ്ങളുണ്ട് ഇവിടെ. ഉദാഹരണം പറഞ്ഞാൽ ഒരു റബ്ബർ പ്ലാന്റേഷൻ ആണെങ്കിൽ, റബ്ബർ എസ്റ്റേറ്റ് ആണെങ്കിൽ റബ്ബർ മാത്രമേ വെക്കാവുള്ളൂ, വേറെ ഒന്നും റബ്ബറിന് വരുമാനമില്ലെങ്കിൽ ആ ഒരു എസ്റ്റേറ്റ് കൂട്ടി പോയാൽ അത്രയും തൊഴിലാളികളുടെ ജോലി പോയി, അവരുടെ ആദായം പോയി, സർക്കാരിലേക്ക് വരേണ്ട ഇതിന്റെ ഇപ്പൊ റബ്ബർ ഒരു ഉൽപ്പന്നമായിട്ട് വരുമ്പോഴുള്ള ടാക്സും ഒക്കെ പോവുകയാണ്. ഈ പഴയ നിയമങ്ങൾ മാറ്റി എന്തുകൊണ്ട് അതിന്റെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും മറ്റ് ഇതര വിളകൾക്ക് വിട്ടുകൊടുത്തുകൂടാ? റബ്ബർ ബോർഡിൽ നമ്മളിപ്പോ ഒരു തോട്ടം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് മറ്റു മരങ്ങൾ ഇത്ര പെർസെന്റേജ് കൂടുതലുണ്ടെങ്കിൽ അവരുടെ ആനുകൂല്യം കിട്ടിയല്ല. അങ്ങനെ നമുക്ക് അതൊക്കെ വളരെ അശാസ്ത്രീയമായ നിയമങ്ങളാണ്. നമുക്കെന്താ, നമുക്ക് കർഷകന്റെ വരുമാനം കൂട്ടണം, കർഷകന്റെ ആ കാർഷിക മേഖലയിൽ നിന്ന് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന ക്യാഷ് ഫ്ലോ കൂട്ടണം, ഇവിടെ ആളുകൾക്ക് തൊഴിലുണ്ടാകണം. ആ തൊഴിലുണ്ടാകുമ്പോൾ ഈ സാഹചര്യം വഴി ഇവിടുത്തെ യുവജനങ്ങളെ നാട്ടിൽ തന്നെ നിർത്തണം, നമ്മുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ചില ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾ, ഈ നമ്മുടെ ഈ വന നിയമം പോലും, ഈ ബഫർ സോൺ എന്ന് പറഞ്ഞ കാര്യം, എല്ലാവരും ബഫർ സോൺ 1 കിലോമീറ്റർ ആണ്, 2 എണ്ണം 3 ആണെന്ന് ചർച്ച. ബഫർ സോൺ ഞാൻ പറയുന്നത് വനത്തിന്റെ അതിർത്തിയിൽ നിന്ന് അകത്തേക്ക് വേണം ബഫർ സോൺ വെക്കാൻ. അപ്പൊ ജനവാസ മേഖലയെ ബാധിക്കാത്ത രീതിയിൽ ഒരു 3 കിലോമീറ്റർ ബഫർ സോൺ ഡിക്ലെയർ ചെയ്ത് അതിനുള്ളിലേക്ക് അല്ലെങ്കിൽ അതിനിപ്പുറത്തേക്ക് മൃഗങ്ങൾ വരാത്ത രീതിയിലുള്ള സംവിധാനം ചെയ്താൽ ഈ വിഷയം മുഴുവൻ മാറും. എല്ലാവരും ബഫർ സോൺ പുറത്തേക്ക്, ഇത് ബഫർ സോൺ പുറത്തേക്ക് നീട്ടി അവസാനം ഇത് അറബിക്കടൽ വരെ ചെല്ലും. കാരണം ഈ ബഫർ സോൺ ഇങ്ങനെ നിശ്ചയിച്ചു, ഇത് മുഴുവൻ പിന്നെ വീണ്ടും വനമായി, കാരണം ആൾക്കാരെല്ലാം ഇട്ടു പോകും. വനമാകുമ്പോൾ വീണ്ടും അതിന് ഇപ്പുറത്ത് കിടക്കുന്ന പഞ്ചായത്ത് വീണ്ടും ഈ പറയുന്ന EFL മേഖലയാവും. അടുത്ത നിയമം വരുമ്പോൾ അവനെ വീണ്ടും ബഫർ സോൺ ആക്കും. ഇത് അറബിക്കടൽ വരെ പോയാലും ഈ വിഷയം തീരാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് ഈ ഇങ്ങനെയുള്ള നിയമങ്ങളിലൊക്കെ കാലം മാറുന്നതിന് അനുസരിച്ചുള്ള പൊളിച്ചെഴുത്തുകൾ പല മേഖലയിലും നിയമങ്ങൾക്ക് ആവശ്യമാണ്. ഇതിപ്പം നമ്മുടെ രാജ്യത്ത് ഈ വെസ്റ്റേൺ കാർഡ്സ് റെഗുലേഷൻ ആക്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ സോൺ റെഗുലേഷൻ ആക്ട്, ഡെസർട്ട് സോൺ റെഗുലേഷൻ ആക്ട്, ഇങ്ങനെ ഇത്രയും ലോകയാവുമായിട്ടുള്ള നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോൾ ഈ മാൻ ആൻഡ് അനിമൽ എൻകൗണ്ടർ പോലെ തന്നെ ഈ ഭരണാധികാരികളും മനുഷ്യരും തമ്മിലുള്ള ഒരു എൻകൗണ്ടറിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം രൂപീകരിക്കുമ്പോഴും മനുഷ്യന് പ്രൈം പ്രയോറിറ്റി കൊടുക്കണ്ടേ? അതാണ് അത് ഞാൻ ഈ മഹാത്മാഗാന്ധി പറഞ്ഞൊരു ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് ആലോചിച്ചാലും എന്ത് നിയമങ്ങളോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ആയാലും ആദ്യം നമ്മൾ ആലോചിക്കണമെങ്കിൽ നാട്ടിലെ ഏറ്റവും ദരിദ്രനാരായണനായ ഒരു വ്യക്തിയുടെ മുഖമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന നിയമം അവന്റെ ജീവിതത്തിന് ആ നിയമത്തിനൊരു റോളുമില്ലെങ്കിൽ, അവന്റെ ജീവിത സാഹചര്യം കൊണ്ട് അതിനൊരു മാറ്റം വരുന്നില്ലെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലല്ല നിയമങ്ങളെങ്കിൽ ആ നിയമത്തിന് ഒരു അർത്ഥവുമില്ല. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് കാട് വേണം, നമുക്ക് മൃഗങ്ങൾ വേണം, നമുക്ക് പരിസ്ഥിതിയൊക്കെ വേണം. അടിസ്ഥാനപരമായിട്ട് അതിന് കൊടുക്കുന്ന വില മനുഷ്യജീവന് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ നിയമത്തിന് എന്താ കാര്യം? നമ്മുടെ വനത്തിന്റെ വിസ്തൃതിക്ക് ആനുപാതികമായി എത്ര മൃഗങ്ങളെ കാണാമോ അതിന്റെയൊക്കെ ഒരു 10 ഇരട്ടിയുടെ മുകളിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ പറയുന്ന എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ഒരു 2 മാസം, ഇപ്പൊ ഞാൻ സ്വിറ്റ്സർലൻഡ് ജോലി എന്ന് പറഞ്ഞല്ലോ, അവിടെ മാനുണ്ട്, നമ്മുടെ മ്ലാവ് പോലത്തെ, അവിടെ അതിനൊരു നാച്ചുറൽ പ്രിഡേറ്റർ ഇല്ല, മാംസഭുക്കുകളായ മൃഗങ്ങൾ അവിടെ ഇല്ല. അപ്പൊ ഇതിന്റെ സംഖ്യ ഇങ്ങനെ ഒരു ക്രമാതീതമായിട്ട് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. ഒരു വർഷം 2 മാസം, സെപ്റ്റംബറും ഒക്ടോബറും മാസം ഹണ്ടിങ് സീസണാണ്. അവിടെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിനെ വെടിവെച്ച് കൊല്ലാം. അതിന് ചില സ്പെസിഫിക്കേഷൻ, ഇത്ര ഹൈറ്റ് വേണം, തീരെ ചെറിയതിനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അതൊക്കെ അവർക്കറിയാം. വെടിവെച്ച് വന്നതിന് ശേഷം ഇവർ അവിടുത്തെ ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും. അവർ വന്ന് ഇതിനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി ലേലം ചെയ്ത് വിൽക്കുകയാണ്. ആ സീസണിൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലും ഈ ബുച്ചർ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ വെനിസൺ മീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മീറ്റ്, ഇതിന്റെ ഇറച്ചി നമുക്ക് വാങ്ങിച്ച വീട്ടിൽ കൊണ്ട് പാചകം ചെയ്ത് കഴിക്കാം. അത് സർക്കാരിന്റെ ഒരു വരുമാനമാണ്. അല്ലെങ്കിൽ മനുഷ്യന് പ്രോട്ടീനും ആവശ്യം, മനുഷ്യന് പ്രോട്ടീനാണ്. ആണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു പരിധിയിൽ കൂടുതൽ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പല രീതിയിൽ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം. ചിലപ്പോൾ ആനകളില്ലാത്ത കാടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇതിങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ സൂവിലേക്കോ അല്ലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇതിനെ കയറ്റി വിടാം. ഇതിനെ ചീറ്റപ്പുലിയെ കൊണ്ടുവന്ന അതെ, കൊണ്ടുവന്ന പോലെ. ഇതിനൊന്നും വെടിവെച്ചുകൊള്ളേണ്ട കാര്യമില്ല. ഒത്തിരി രാജ്യങ്ങളിൽ ആനയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു കൗതുകമായിട്ട് അവിടെ സൂകളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാം, ഇതിനെ മെരുക്കിയതിനു ശേഷം, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനും മൃഗവുമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ, ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമുക്ക് ഒന്നുകിൽ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഈ എക്സ്ട്രീം. അപ്പൊ ചിലർ പറയുന്നു വനം മാത്രം മതി, മനുഷ്യൻ വേണ്ട. ചിലർ പറയുന്ന മനുഷ്യ ജീവിതത്തിന്റെ വരെയാണ് മൃഗങ്ങൾ വേണ്ടെന്ന് പറയുന്നത്. നമുക്ക് രണ്ടും വേണം. നമുക്ക് വനവും വേണം, മൃഗങ്ങളും വേണം, പരിസ്ഥിതിയും വേണം, മനുഷ്യരും വേണം. മനുഷ്യരെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക. കാരണം മനുഷ്യ ജീവിതമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ ഒരു മനുഷ്യനെ ആരെങ്കിലും വട്ടം ചേർന്ന് തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ഇവിടെ അധികാരികളില്ല. റോഡുകളെ പോകുന്ന ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല, തല്ലിക്കൊന്ന പ്രത്യേകിച്ച് പത്രത്തിൽ വാർത്തയാണ്. കുറെ പരിസ്ഥിതി സ്നേഹികളും വാദികളും വന്ന് സമരം ചെയ്യുന്നു. അതൊക്കെയാണ് അതിന് മാറ്റം വരത്തില്ല. അതെ. അപ്പൊ നമുക്കത് അതിലൊരു ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ പൊതുരംഗത്തും അല്ലെങ്കിൽ ഈ അധികാര രംഗത്തും ഒക്കെ അങ്ങയുടെ റോൾ മോഡൽ ആരാണ്?
റോൾ മോഡൽ എന്റെ അപ്പച്ചൻ തന്നെയാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ അപ്പച്ചനെ ഞാനൊരു കാണുന്ന വെച്ചാൽ അപ്പച്ചൻ എപ്പോഴും ഈ ഊണിലും ഉറക്കത്തിലും പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇനി ഇവിടെ എന്താ ഇല്ലാത്ത, ഇനി എന്താണ് ചെയ്യാൻ. അപ്പച്ചനെ ഞാനൊരു രസകരം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പച്ചൻ ഒരു പ്രാവശ്യം മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് കോഴിക്കോട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് അപ്പച്ചൻ എനിക്ക് വന്ന് അവിടുന്ന് എവിടെയോ ട്രെയിൻ നിർത്തി ഇറങ്ങി. അപ്പോൾ എന്നിട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്നു അപ്പച്ചൻ ആ സമയത്ത്. എനിക്ക് നാനാർ മിനിസ്റ്ററുടെ കാലത്താണ്. അപ്പച്ചനെ ശ്വാസം മുട്ടൽ അങ്ങനെ എന്തോ വല്ലായ്മ ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ പെങ്ങളാണെന്ന് തോന്നുന്നു അപ്പച്ചനോട് ചോദിച്ചു ആ സമയത്ത് അപ്പച്ചൻ എന്താ ഫീൽ ചെയ്തത് ചോദിച്ചു. ചുമ്മാ പിന്നെ ഇതൊക്കെ റിക്കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നല്ലോ എന്നായിരുന്നു. അതായത് അന്ന് ഈ കുറെ നമ്മളെ അറിയാലോ, നമ്മുടെ ഈ സ്കൂളിലെ നമ്മുടെ +2 സമ്പ്രദായം, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, നമ്മുടെ BM&BC റോഡുകളൊക്കെ ആ സമയത്താണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ എനിക്ക് ആരംഭഘട്ടത്തില്ല. അപ്പൊ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്നാണ് ആദ്യം മനസ്സിൽ വിചാരം പോയതെന്നാണ് അപ്പച്ചൻ അവരോട് പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്ന പിന്നെ അപ്പച്ചന്റെ അടുത്ത് കേട്ടിട്ടുള്ള ഏറ്റവും അത് ഭയങ്കര രാഷ്ട്രീയത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പച്ചൻ ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, വികസനത്തിന് രാഷ്ട്രീയം പാടില്ല. കാരണം ഇപ്പൊ തന്നെ ആവില്ല, അപ്പച്ചൻ മന്ത്രിയായിരുന്ന ഈ പല മുന്നണികളിൽ ആയിരുന്നുകൊണ്ട് അടുപ്പിച്ച് പല ടൈം അപ്പച്ചൻ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തുള്ള ഒരു MLA-മാരെ അപ്പച്ചനെ കുറ്റം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ, ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലും അപ്പച്ചൻ ഫണ്ട് ധാരാളം കൊടുക്കുമായിരുന്നു. അല്ല, അതിനൊരു വിരോധാഭാസമായിട്ടാണ് തൊടുപുഴയിൽ ഇപ്പം ഒരു പാലം, അതുപോലെ തന്നെ അതൊന്നും നമ്മുടെ പാപ്പുട്ടിയാൾ വഴി അതൊന്നും നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല. പക്ഷെ അപ്പച്ചൻ മന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അപ്പച്ചൻ മിനിസ്റ്ററിൽ നിന്നുള്ള ഫണ്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുപക്ഷത്തുള്ള MLA-മാർക്കും അപ്പച്ചനോട് വലിയ കാര്യമാണ്. അപ്പം അത് ഞാൻ അപ്പച്ചന്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് വികസനത്തിന് രാഷ്ട്രീയം പാടില്ല. വികസനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയും നമ്മുടെ തൊടുപുഴ UDF മണ്ഡലമാണ്, അല്ലെങ്കിൽ മറ്റേത് LDF മണ്ഡലമാണ്. ഒരു MLA ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ ആ MLA ഇവിടുത്തെ എല്ലാവരുടെയും MLA, അല്ലാണ്ട് ഇവിടുത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരുടെ മാത്രം MLA അല്ല. ഇവിടുത്തെ CPM-കാരുടെയും ഇവിടുത്തെ മുസ്ലിം ലീഗുകാരുടെയും ഇവിടുത്തെ CPI-കാരുടെയും BJP-കാരുടെയും RS-കാരുടെയും ഒക്കെ MLA ആണ് PJ ജോസഫ്. അപ്പൊ ആ ജനങ്ങളുടെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ. അങ്ങയുടെ തൊടുപുഴയെ പറ്റിയുള്ള വികസന സങ്കല്പങ്ങൾ തന്നെ പെട്ടെന്ന് സൂചിപ്പിക്കാൻ. തൊടുപുഴയിൽ ഇപ്പൊ നമ്മൾ ഒരു PJ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തൊടുപുഴയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. തൊടുപുഴ കേരളത്തിലെ ഏറ്റവും വികസിതമായ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഏറ്റവും വികസിത അതെ, റോഡുകള്, കറണ്ട്, വെള്ളം, കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക വികസിച്ച ഒരു മണ്ഡലമാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഇനി ഒരു തൊഴിലുൽപാദക മേഖലയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാറ്റേണ്ട കാലമാണ്. നമ്മുടെ തൊടുപുഴയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ ഇവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് മോട്ടറേക്ക് വരുന്നതിന് വേണ്ടി പാലായി പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇടുക്കിക്ക് പോവാം, അല്ലെങ്കിൽ എല്ലാം ബൈപ്പാസുകളാണ്. റോഡുകൾ ബൈപ്പാസുകളുടെ സൈഡിൽ തന്നെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ വാണിജ്യ സ്ഥാപനങ്ങൾ ഉണ്ടായി വരുന്നു. അതുപോലെ വെള്ളം കൊണ്ട് സമൃദ്ധമാണ്. നമുക്കൊരു പെരിനിയൽ റിവറാണ് തൊടുപുഴയാറെന്ന് പറയുന്നത്. പലങ്കര പോലത്തെ പ്രദേശം ഒത്തിരി നേരത്തെ പറഞ്ഞ പ്ലാന്റേഷനുകൾ പലതും ഇപ്പോൾ പ്രവർത്തനം ഇല്ലാണ്ട് കിടക്കുന്നു. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഈ സാധ്യത നമ്മുടെ തൊട്ടടുത്ത് 1 മണിക്കൂർ ഓടിച്ചാൽ എയർപോർട്ട് ഉണ്ട്, 1 മണിക്കൂർ അപ്പുറേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഈ സാധ്യതകളെല്ലാം കണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ ടൂറിസം, വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, അഡൽട്ട് ഈ നമ്മുടെ എന്താ പറയുന്ന ഈ ഓൾഡ് ഏജ് കെയർ ഹോംസ്, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ അതായത് പരിസ്ഥിതിക്ക് വലിയ ദൂഷ്യം വരാത്ത രീതിയിലുള്ള ഇൻഡസ്ട്രികൾ, IT അങ്ങനെയുള്ള മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നിലവിലുള്ള നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത സെക്കൻഡറി ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പം ഈ അങ്ങനെയൊരു ഗായകനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള ഒരു വരദാനമാണ്. ഒരു 2 ലൈൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടണം. ഇത് അപ്പച്ചൻ എന്റെ ചെറുപ്പത്തിൽ പഠിച്ച ഒരു ഹിന്ദി പാട്ടാണ്. തലത് മഹ്മൂദ് എന്ന് പറഞ്ഞ ഒരു പഴയ ഗായകന്റെ ജൽത്തെ ഹേ ജിസ്കേ ലിയേ ഒരു 2 ലൈൻ. ജൽത്തെ ഹേ ജിസ്കേ ലിയേ तेरी आंखों के दिए ढूंढ लाया हूँ वही गीत में तेरे लिए जलते जिसके लिए. അങ്ങ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അങ്ങേ ഒരു സ്ഥാനാർത്ഥിയായി കേരളത്തിൽ എവിടെയെങ്കിലും പ്രതീക്ഷിക്കാവോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അപ്പം ഈ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയൊരു നല്ലൊരു നേതൃനിരയുണ്ട്. അടുത്ത പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇന്നിപ്പം മുന്നണി യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഏതൊക്കെ സീറ്റിലാണ് ഏതൊക്കെ കക്ഷികൾ മത്സരിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കും. അപ്പൊ അതിന് ഇപ്പോൾ ഒരു ഉത്തരം പറയുന്ന ഒരു സാഹചര്യമല്ല. സമൂഹത്തിന് അങ്ങയുടെ ഒരു മെസ്സേജ് എന്താണ്? സമൂഹത്തിന് അങ്ങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്? നമ്മുടെ രാജ്യം ഇന്ന്, പ്രത്യേകിച്ച് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്, ഈ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മൾ മുമ്പെങ്കും കാണാത്ത രീതിയിൽ മനുഷ്യരാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു ക്രൂരതയിലേക്ക് തിരിയുന്ന ഒരു പ്രവണത. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിലിപ്പം ഡ്രഗ്സിന്റെ ഒരു അതിപ്രസരമാണ്, മയക്കുമരുന്നുകൾ. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പോക്കറ്റ് അടിക്കാരൻ ഇവിടുന്ന് അല്ലെങ്കിൽ ഒരു മോഷ്ടാവ് ഒരു മോഷണം നടത്തി ജാർഖണ്ഡിലോ ഉത്തരാഖണ്ഡിലോ രാജസ്ഥാനിലോ പോയി വിളിച്ചാലും 3 ദിവസം കൊണ്ട് പോയി പൊക്കിക്കൊണ്ട് വരുന്ന പോലീസുകാരാണ് നമുക്കുള്ളത്, പോലീസ് ഫോഴ്സാണ് നമുക്കുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കമ്മിറ്റി കൂടി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കളക്ടറേറ്റ് മാർച്ച് നടത്തണം എന്ന് പറഞ്ഞാൽ, കമ്മിറ്റി കൂടി നേതാവ് വീട്ടിലെത്തുമ്പം വിജിലൻസിന്റെ ഫോൺ വരും, നിങ്ങൾ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോലീസ് ഫോഴ്സ്. അതായത് ഈ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എവിടുന്നാണ് ഇതിന്റെ ഉറവിടമെന്നും ധാരൊക്കെയാണ് ഇത് കാരിയേഴ്സ് എന്നും ആര് വഴിയാണ് ഇതെല്ലാം ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്നൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ എന്തുകൊണ്ടോ പിടിക്കപ്പെടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് 1 കോടി രൂപയുടെ പിടിച്ചു, 500 കോടി രൂപയുടെ പിടിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ വിറ്റഴിച്ച് കഴിയുമ്പോൾ 1 കോടി രൂപയുടെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിജിലന്റ് ആയിരിക്കുക. മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ കുട്ടികളുമായിട്ട് എപ്പോഴും ഒരു ആശയം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, അവരുമായിട്ട് ഒരു സംഭാഷണം എപ്പോഴും വേണം. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം, അവരുടെ കൂട്ടുകാരൊക്കെയാണ് നമ്മൾ അറിയണം, അവരുടെ ഒഴിവു സമയങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവരുടെ എപ്പോഴും അവരുടെ ബാക്കി നിന്ന് പോയി നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, ഒരു മോണിറ്ററിംഗ് ഉണ്ടാകണം. നമ്മൾ വിജിലൻസ്, നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന എന്താണെന്നുള്ളൊരു വിജിലൻസ് നമുക്ക് വേണം. ആ രീതിയിലുള്ള ഒരു പ്രതിരോധം ഇവിടുത്തെ ജനങ്ങൾ തന്നെ തീർക്കേണ്ട സമയമാണ്. കാരണം നമുക്ക് ഒത്തിരി നാളായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ഡ്രഗ്സ് ഉണ്ട്, പക്ഷെ ഇതിനൊക്കെ ഒരു ആക്ഷൻ എവിടുന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് വിജിലന്റ് ആയിരിക്കും. നമ്മുടെ യുവതലമുറയെ രക്ഷപ്പെടുത്തുവാൻ ആ ഒരു വിജിലൻസ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിന് എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുക അധികാരികളിലേക്ക്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പം എനിക്ക് തൊടുപുഴയിലെ ചില മേഖലകളിൽ ഇങ്ങനെയുള്ള ചില സ്പൂരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സമയം ഉണ്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരെ ഇടപെട്ടാണ് അത് മാറ്റിയത്. അവിടെ ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഇതിന്റെ ഈ ട്രാഫിക്കേഴ്സ് വന്ന് നമ്മളൊക്കെ അത് വിതരണം ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ജനങ്ങൾ ഇടപെട്ട് റിപ്പോർട്ട് ചെയ്ത് അവിടുന്ന് മാറ്റിയ വിവരം എനിക്കറിയാം. അത് നമ്മുടെ എല്ലാ മേഖലകളിലും ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ ഒരു പക്ഷേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അത് ആണ് എനിക്ക് ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഭാവിയിലേക്കുള്ള ഒരു നല്ല ഒരു ഭാവിക്ക് വേണ്ടി ഒരു അഡൽട്ട് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. നമ്മുടെ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് വളരെ പരിണിത പ്രജ്ഞൻ എന്നുള്ള നിലയിൽ തന്നെ അഭ്യസ്ത വിദ്യനും കൂടിയായ അബു ജോൺ ജോസഫ്, അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്നുള്ള നിലയിലും അതിലുപരിയായി നമുക്കെല്ലാം നല്ലൊരു മെസ്സേജ് തരുന്ന രീതിയിലുള്ള സംഭാഷണമായിരുന്നു നമ്മൾ തുടർന്നത്. ഈ ടോപ്പ് ടൈമിലേക്ക് കടന്നു വന്ന അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.